ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു Legaldais. ഈ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത് ലോ ഓഫ് ടാക്സേഷൻ എന്ന് പറയുന്ന സബ്ജക്റ്റിൻ്റെ ബാലൻസ് ടോപ്പിക്കാണ്. ആൻഡ് ഇതിൽ നമ്മൾ കഴിഞ്ഞ വീഡിയോസിൽ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളും അതുപോലെ തന്നെ ടൈപ്പ് ഓഫ് ടാക്സ് ഒക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആൻഡ് ആ വീഡിയോ കാണാത്തവരാണെങ്കിൽ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കാം, അന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ഈ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത് ഡിസ്റ്റിങ്ഷൻ ബിറ്റ്വീൻ ടാക്സ് ആൻഡ് ഫീ എന്നുള്ളൊരു ടോപ്പിക്കാണ്. ആൻഡ് ഇത് എപ്പോഴും ഒരു 2 മാർക്ക് 4 മാർക്കിനൊക്കെ വരുന്ന ക്വസ്റ്റ്യനാണ്, ഡിസ്റ്റിങ്ഷൻ ബിറ്റ്വീൻ ടാക്സ് ആൻഡ് ഫീ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ. അപ്പോൾ ടാക്സും ഫീയും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? അപ്പോൾ ടാക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഡെഫിനിഷൻ കഴിഞ്ഞ വീഡിയോസിലൊക്കെ പറഞ്ഞതാണ്. ടാക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് എ കമ്പൽസറി എക്സാക്ഷൻ ഓഫ് മണി ബൈ പബ്ലിക് അതോറിറ്റി ഫോർ പബ്ലിക് പർപ്പസസ് എൻഫോഴ്സിബിൾ ബൈ ലോ ആൻഡ് ഈസ് നോട്ട് പേയ്മെൻറ്റ് ഫോർ സർവീസസ് റെൻഡേർഡ്. ടാക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കമ്പൽസറി എക്സാക്ഷനാണ്. അതാണ് ഫസ്റ്റ് ഓർത്ത് വെക്കേണ്ട പോയിൻ്റ്. അത് രണ്ടാമത് എന്താണ്? പബ്ലിക് അതോറിറ്റിയാണ് അത് ആ ഒരു മണി എക്സാക്റ്റ് ചെയ്യുന്നത്. ദെൻ പബ്ലിക് പേർപ്പസിന് വേണ്ടിയിട്ടാണ്. അതുപോലെ ലോയാണ് അത് എൻഫോഴ്സ് ചെയ്യുന്നത്. ആൻഡ് അവിടെ സർവീസ് റെൻഡർ ചെയ്യുന്നതിന് നമ്മൾ പേയ്മെൻറ്റ് നൽകുകയല്ല, അല്ലാതെ നമ്മൾ ഒരു ടാക്സ് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഒരു പബ്ലിക് അതോറിറ്റി നമ്മളെ കമ്പൽസറി ആയിട്ട് നമ്മളിൽ നിന്ന് വാങ്ങുന്നതാണ് ടാക്സ് എന്ന് പറയുന്നത്. അതുപോലെ അടുത്ത പോയിൻ്റ് എന്താണെന്ന് നോക്കിക്കഴിഞ്ഞാൽ, ടാക്സ് ഇമ്പോസ് ചെയ്യപ്പെടുന്നത് ഒരു സ്റ്റാറ്റ്യൂട്ടറി പവറിൻ്റെ അണ്ടറിലാണ്. എന്ന് പറയുമ്പോൾ ടാക്സ് പെയറിൻ്റെ കൺസെൻറ്റ് ഇല്ലാതെയാണ് ഈ ഒരു ടാക്സ് ഇമ്പോസ് ചെയ്യപ്പെടുന്നത്. അതായത് ഒരു ടാക്സ് പെയറിനോട് ചോദിക്കുകയല്ല ഇത്ര ടാക്സ് എമൗണ്ട് ഇമ്പോസ് ചെയ്യട്ടെ എന്നൊന്നും. ഒരു സ്റ്റാറ്റ്യൂട്ടറി പവറാണ്, ലോ പ്രകാരം ഒരു സ്റ്റാറ്റ്യൂട്ട് പ്രകാരം അത് ഇമ്പോസ് ചെയ്യപ്പെടുകയാണ് അവിടെ. ആ പേയ്മെൻറ്റ് ലോയാണ് എൻഫോഴ്സ് ചെയ്യുന്നത്. ഇതാണ് രണ്ടാമത്തെ പോയിൻ്റ്. ആൻഡ് മൂന്നാമത് നോക്കിക്കഴിഞ്ഞാൽ അത് ഇറ്റ് ഈസ് എൻ ഇമ്പോസിഷൻ മെയ്ഡ് ഫോർ പബ്ലിക് പർപ്പസ് വിതൗട്ട് റെഫറൻസ് ടു എനി സ്പെഷ്യൽ ബെനിഫിറ്റ് ഓൺ ദ പെയർ ഓഫ് ടാക്സ്. ആ ടാക്സ് പെയറിൻ്റെ മേൽ ഒരു പ്രത്യേകിച്ച് സ്പെഷ്യൽ ബെനിഫിറ്റ് ഒന്നും അയാൾക്ക് കിട്ടുന്നില്ല. അങ്ങനെ ഇല്ലാതെ ഒരു പബ്ലിക് പർപ്പസിന് വേണ്ടിയിട്ടാണ് ഈ ഒരു ഇമ്പോസിഷൻ, അതായത് ടാക്സ് ഇമ്പോസ് ചെയ്യപ്പെടുന്നത്. ഇതാണ് മൂന്നാമത്തെ പോയിൻ്റ്. ആൻഡ് അടുത്തത് നോക്കിക്കഴിഞ്ഞാൽ ടാക്സിൻ്റെ ഒബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? സ്പെഷ്യൽ ബെനിഫിറ്റ് കൊണ്ടുവരിക എന്നുള്ളതല്ല, പകരം അവിടെ എന്താണ്? ക്വിഡ് പ്രോക്കോയും ഇല്ല. മൊത്തത്തിൽ ഒരു പബ്ലിക് പേർപ്പസാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. ക്വിഡ് പ്രോക്കോ എലമെൻറ്റും അവിടെ വരുന്നില്ല, ടാക്സ് പെയറും പബ്ലിക് അതോറിറ്റിയും തമ്മിൽ. അപ്പോൾ ഇതൊക്കെ നമ്മൾ ടാക്സിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് പഠിച്ചവർക്കറിയാം. ആ ഒരു വീഡിയോ കണ്ടവർക്ക് മനസ്സിലാവും. ഇതേ പോയിൻറ്റ്സ് ഒക്കെ നമ്മൾ അവിടെ പറഞ്ഞതാണ്. കമ്പൽസറി എക്സാക്ഷൻ ഉള്ള കാര്യവും അതുപോലെ തന്നെ വിതൗട്ട് കൺസെൻ്റ് ആണ്, സ്റ്റാറ്റ്യൂട്ടറി പവറാണ് ടാക്സ് ഇമ്പോസ് ചെയ്യപ്പെടുന്നത്. ദെൻ അവിടെ ഒരു സ്പെഷ്യൽ ബെനിഫിറ്റ് കിട്ടുന്നില്ല, പിന്നെ ക്വിഡ് പ്രോക്കോയും അവിടെ വരുന്നില്ല. ഇനി നമുക്ക് ഫീ എന്താണെന്ന് നോക്കിക്കഴിഞ്ഞാൽ, ഫീ ഈസ് ഡിഫൈൻഡ് ടു ബി എ ചാർജ് ഫോർ എ സ്പെഷ്യൽ സർവീസസ് റെൻഡേർഡ് ടു ഇൻഡിവിജ്വൽസ് ബൈ സം ഗവൺമെൻറ്റൽ ഏജൻസി. ഏതെങ്കിലും ഒരു ഗവൺമെൻറ്റൽ ഏജൻസി വഴി ഒരു പർട്ടിക്കുലർ ഇൻഡിവിജ്വലിന് എന്തെങ്കിലും ഒരു സ്പെഷ്യൽ സർവീസ് കിട്ടുകയാണ്. അപ്പോൾ ആ കിട്ടുന്ന സമയത്ത് അവിടെ ചുമത്തുന്ന ആ ഒരു ചാർജ് ചെയ്യപ്പെടുന്നതിനെയാണ് നമ്മൾ ആ ഒരു ചാർജിനെയാണ് ഫീ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമുക്ക് എന്തെങ്കിലും സർവീസ് വേണം, അപ്പോൾ സർവീസ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു എമൗണ്ട് കൊടുക്കുകയാണ്, തിരിച്ച് നമുക്ക് സർവീസും കിട്ടുന്നു. ഇതാണ് ഫീ എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ ആ ഒരു സർവീസ് നമുക്ക് ആ ഒരു ഗവൺമെൻറ്റൽ ഏജൻസി തരുമ്പോൾ എത്ര എക്സ്പെൻസ് ആയോ ആ ഒരു എക്സ്പെൻസ് കണക്കാക്കിയിട്ടായിരിക്കും നമ്മുടെ നിന്ന് വാങ്ങുന്ന ഫീ എമൗണ്ട് എന്ന് പറയുന്നത്. അപ്പോൾ അതവിടെ ഫിക്സ്ഡ് ആയിരിക്കും. അതായത് എത്ര സർവീസാണോ, ഏത് എക്സ്പെൻസ് അനുസരിച്ചുള്ള സർവീസാണോ നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്, അതേ ഇത് തന്നെ നമ്മുടെ നിന്ന് ഫീ ആയിട്ട് വാങ്ങുകയും ചെയ്യും. അപ്പോൾ ഇപ്പോൾ നമുക്ക് ഗവൺമെൻറ്റിൻ്റെ അടുത്ത് നിന്നൊരു പെർട്ടിക്കുലർ സർവീസ് വേണം എന്നുണ്ടെങ്കിൽ മാത്രം നമ്മൾ ആ ഫീ പേ ചെയ്താൽ മതി. അതല്ലാതെ നമുക്ക് അത്തരത്തിലൊരു സർവീസ് സീക്ക് ചെയ്യണം എന്ന് യാതൊരു തരത്തിലുള്ള ഒബ്ലിഗേഷനും ഇല്ല. അതായത് നമുക്കൊരു ഡ്യൂട്ടിയൊന്നുമില്ല, നമ്മൾ ഈ ഒരു സർവീസ് റെൻഡർ ചെയ്തേ പറ്റത്തുള്ളൂ, നമ്മളത് സീക്ക് ചെയ്തിരിക്കണം എന്ന് അവിടെ ഒബ്ലിഗേഷൻ ഒന്നും ഇല്ല. നമുക്ക് ആ സർവീസ് വേണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു ഫീ അടയ്ക്കുക എന്നുള്ളൊരു ഒബ്ലിഗേഷൻ ഒഴിവാക്കാനും പറ്റും. പക്ഷേ ടാക്സ് ആണെങ്കിൽ നമുക്ക് അങ്ങനെ പറ്റത്തില്ല. ടാക്സ് നമുക്ക് കമ്പൽസറി ആയിട്ട് പേ ചെയ്തേ പറ്റത്തുള്ളൂ. അപ്പോൾ ഇവിടെ ഫീയുടെ കാര്യം നോക്കുമ്പോൾ ഫീ നമുക്ക് രണ്ടായിട്ട് പറയാൻ പറ്റും. അതായത് കോമ്പൻസേറ്ററി ഫീയും ഉണ്ട്, റെഗുലേറ്ററി ഫീയും ഉണ്ട്. അപ്പോൾ കോമ്പൻസേറ്ററി ഫീ നോക്കിക്കഴിഞ്ഞാൽ ഒരു അതോറിറ്റി അവർ കൊടുത്ത സർവീസിന് കോമ്പൻസേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വാങ്ങുന്നതാണ് ഈ കോമ്പൻസേറ്ററി ഫീ എന്ന് പറയുന്നത്.
അപ്പോൾ ദ ഫീ ഈസ് കളക്റ്റഡ് ടു കോമ്പൻസേറ്റ് ആൻ അതോറിറ്റി ഫോർ സർവീസ് റെൻഡേർഡ്. അപ്പോൾ അവിടെ ജനറൽ റൂളാണ് എന്ത്, ഒരു കോമ്പൻസേറ്ററി ഫീയുടെ കാര്യത്തിൽ ഒരു ക്വിഡ് പ്രോക്കോ എലമെൻ്റ് ഉണ്ട് എന്നുള്ളത് ഒരു ജനറൽ റൂളാണ്. അപ്പോൾ അതെന്താണ്, നമ്മൾക്കൊരു സർവീസ് കിട്ടുന്നു, നമ്മൾ അതിന് പകരമായിട്ട് ഒരു കൺസിഡറേഷൻ പോലെ കൊടുക്കുന്നതാണ്. അപ്പോൾ ഒരു കോമ്പൻസേറ്ററി ഫീയുടെ ഇമ്പോസിഷൻ നമുക്ക് ഇൻവാലിഡേറ്റ് ചെയ്യാൻ പറ്റും. എന്തിൻ്റെ ഗ്രൗണ്ട് വെച്ചിട്ട്, അവിടെ ക്വിഡ് പ്രോക്കോ ഇല്ലായിരുന്നു എന്ന് പറഞ്ഞിട്ട് നമുക്കത് ഇൻവാലിഡേറ്റ് ചെയ്യാനായിട്ട് പറ്റും, വാലിഡിറ്റി കളയാൻ പറ്റും. അവിടെ ക്വിഡ് പ്രോക്കോ ഇല്ലായിരുന്നു, അതായത് ക്വിഡ് പ്രോക്കോ ആവശ്യമാണെന്നാണ് പറയുന്നത് ഒരു കോമ്പൻസേറ്ററി ഫീയുടെ കാര്യത്തിൽ. അതേസമയം നമുക്ക് റെഗുലേറ്ററി ഫീ നോക്കുകയാണെന്നുണ്ടെങ്കിൽ, അപ്പോൾ ഈ ക്വിഡ് പ്രോക്കോ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാമല്ലോ, നമ്മൾ ഇതിന് മുന്നത്തെ വീഡിയോസിൽ ഡിസ്കസ് ചെയ്ത കാര്യമാണ്. അതായത് നമ്മളൊരു എമൗണ്ട് കൊടുക്കുന്നു, തിരിച്ച് നമുക്കൊരു സർവീസ് കിട്ടുന്നു, അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ബെനിഫിറ്റ് ഉണ്ടാവുന്നു അവിടെ. അതാണ് ഈ ക്വിഡ് പ്രോക്കോ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ റെഗുലേറ്ററി ഫീക്കകത്ത് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവിടെ പേയർക്ക് ആ ഒരു ഫീ പേ ചെയ്യുന്ന ആൾക്ക് ഒരു സ്പെഷ്യൽ സർവീസ് അവിടെ പ്രൊവൈഡ് ചെയ്യുന്നില്ല. റെഗുലേറ്ററി ഫീയുടെ കാര്യത്തിൽ ക്വിഡ് പ്രോക്കോ ഉണ്ടാവണം എന്നില്ല. അതുപോലെ തന്നെ ടാക്സ് പേയർക്ക് പ്രത്യേകിച്ച് സ്പെഷ്യൽ ബെനിഫിറ്റും കിട്ടുന്നില്ല. അതാണ് റെഗുലേറ്ററി ഫീ എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ എന്താണ്, എലമെൻ്റ് ഓഫ് ക്വിഡ് പ്രോക്കോ ഇല്ല. ക്വിഡ് പ്രോക്കോ വേണ്ടത് എവിടെയാണ്, കോമ്പൻസേറ്ററി ഫീക്കകത്താണ്. ആൻഡ് ഇതുമായിട്ട് ബന്ധപ്പെട്ട 1-2 കേസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ, ആദ്യത്താണ് ST സ്വാമിയാർ വേഴ്സസ് കമ്മീഷണർ HR ആൻഡ് CE എന്നുള്ളത്. അപ്പോൾ ഈ ഒരു കേസിനകത്ത് സുപ്രീം കോടതി പറഞ്ഞതാണ്, അതായത് നമ്മൾ ഇപ്പം ഒരു സ്പെസിഫിക് സർവീസ് പ്രൊവൈഡ് ചെയ്യണം എന്നുള്ളൊരു ഉദ്ദേശത്തോടു കൂടി ഒരു ലെവി അവിടെ ഇമ്പോസ് ചെയ്യുകയാണ്. അതായത് എന്തെങ്കിലും ഒരു പേയ്മെൻറ്റ് അവിടെ നടത്തണം എന്ന് പറയുകയാണ്. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് ഈ ഒരു സർവീസ് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടുണ്ടായ എക്സ്പെൻസുകൾ അതൊക്കെ അപ്പോൾ ആ ഒരു തുകയൊക്കെ പിരിച്ചെടുക്കേണ്ടി വരുമല്ലോ. അപ്പോൾ അത് എങ്ങനെയായിട്ട് വേണം കണക്കാക്കേണ്ട, ആ ഒരു ലെവി എന്ന് പറയുന്നത്, അതായത് പിരിച്ചെടുക്കേണ്ട തുകയെന്ന് പറയുന്നത് ഫീയുടെ നേച്ചറിൽ വേണം കാണാൻ. അതല്ലാതെ ടാക്സ് എന്നുള്ളൊരു നേച്ചറിൽ കാണാൻ പാടില്ല. കാര്യം എന്താണ്, അവിടെ ഒരു സ്പെസിഫിക് സർവീസാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് ഫീയുടെ നേച്ചറിൽ എടുക്കണം എന്നാണ് പറഞ്ഞത്. അപ്പോൾ അതാണ് കോടതി അവിടെ പറഞ്ഞത്, ദ ലെവി വുഡ് ബി ഇൻ ദ നേച്ചർ ഓഫ് എ ഫീ ആൻഡ് നോട്ട് ഇൻ ദ നേച്ചർ ഓഫ് ടാക്സ്. ടാക്സിൻ്റെ രീതിയിലാവാൻ പാടില്ല. ഇതാണ് ST സ്വാമിയാർ വേഴ്സസ് കമ്മീഷണർ HR ആൻഡ് CE എന്ന് പറയുന്ന കേസിൻ്റെ അകത്ത് സുപ്രീം കോടതി പറഞ്ഞത്. ആൻഡ് അവിടെ ഒരു കാര്യം കൂടെ, ഇപ്പം ഈ ഓർഡിനറിലി ഒരു ഫീ എന്ന് പറയുന്നത് യൂണിഫോംലി ലെവീഡാണ്, അതായത് എല്ലാവരുടെ അടുത്തുനിന്നും ഒരുപോലാണ് വാങ്ങുന്നത്. അപ്പോൾ അവിടെ ഇയാൾക്ക് എത്ര ഒരു ടാക്സ് പെയർ നമുക്ക് പറയാൻ പറ്റത്തില്ല, കാര്യം ഇത് ഫീ ആണല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു പേയർക്ക് എബിലിറ്റി അനുസരിച്ച് പേ ചെയ്താൽ മതി എന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. ഇപ്പോൾ ടാക്സ് ആണെന്നുണ്ടെങ്കിൽ അയാളുടെ എബിലിറ്റിക്ക് അനുസരിച്ച് വാങ്ങണം എന്ന് പറയാം. പക്ഷേ ഫീ ആകുമ്പോൾ അങ്ങനല്ല, എല്ലാവർക്കും യൂണിഫോമായിട്ട് ഒരേ തുകയാണ് അവിടെ വരുന്നത്. അപ്പോൾ അവിടെ ഏത് സർവീസാണോ, ഇപ്പോൾ ഒരു പെർട്ടിക്കുലർ സർവീസാണോ ഒരാൾ റെൻഡർ ചെയ്തതെന്ന് പറഞ്ഞല്ലോ, അപ്പോൾ അയാൾ ആവശ്യപ്പെടുന്ന സർവീസ് ഏതാണോ ആ ഒരു പെർട്ടിക്കുലർ സർവീസ് കണക്കിൽ ആക്കിയിട്ടായിരിക്കും എത്ര ഫീ അയാളുടെ അടുത്തുനിന്ന് വാങ്ങണം എന്നുള്ള കാര്യം കണക്കാക്കുന്നത്. അപ്പോൾ അവിടെ ഗവൺമെൻറ്റിനുണ്ടായ എക്സ്പെൻഡിച്ചറും അതുപോലെ തന്നെ ഫീയുടെ എമൗണ്ട് തമ്മിലൊരു കോറിലേഷൻ കാണും. ഇതാണ് ഫീയുടെ കാര്യമാണ് മെയിനായിട്ട് ആ ഒരു കേസിൻ്റെ അകത്ത് പറയുന്നത്. അതായത് ഫീ ആയിട്ട് കണക്കാക്കണം എന്നും ടാക്സ് ആയിട്ട് കണക്കാക്കരുത്. അങ്ങനെ ആ ഒരു ഫീ ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക് എന്തൊക്കെയാണെന്നുള്ള കാര്യമാണ് ആ ഒരു കേസിൽ ഡിസ്കസ് ചെയ്യുന്നത്. ആൻഡ് അത് കഴിഞ്ഞിട്ട് കൃഷ്ണ ലാൽ ലക്ഷ്മി ചന്ദ് വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് ഹരിയാന എന്ന് പറഞ്ഞിട്ടൊരു കേസുണ്ട്. ഇതിനകത്ത് സുപ്രീം കോടതി പോയിൻ്റ് ഔട്ട് ചെയ്തെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു ഫീ കോമ്പൻസേറ്ററി ആയിക്കഴിഞ്ഞാൽ അവിടെ എന്തുണ്ടായിരിക്കണം, എസെൻഷ്യലായിട്ടുള്ളൊരു എലമെൻ്റ് ആയിരിക്കണം ക്വിഡ് പ്രോക്കോ എന്ന് പറയുന്നത്. അത് നമ്മൾ ആദ്യമേ പറഞ്ഞത്, അതായത് എന്താണ്, കോമ്പൻസേറ്ററി ഫീ വരുമ്പോൾ അവിടെ ക്വിഡ് പ്രോക്കോ എസെൻഷ്യൽ ആണ് എന്നുള്ള കാര്യം. അപ്പോൾ ഈ ഒരു കേസിനകത്തും സുപ്രീം കോടതി അത് തന്നെയാണ് പറഞ്ഞത്. ക്വിഡ് പ്രോക്കോ എന്ന് പറയുന്നത് ഒരു എസെൻഷ്യൽ എലമെൻ്റ് ആണ് ഒരു ഫീയുടേത്. എപ്പോഴാണ് ആ ഒരു ഫീ ഒരു കോമ്പൻസേറ്ററി ഫീ ആകുന്ന സമയത്താണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു ഫങ്ഷൻ പെർഫോം ചെയ്യാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ഒരു സർവീസ് ഒരു അതോറിറ്റി ഒരു സർവീസ് റെൻഡർ ചെയ്തു, അപ്പോൾ അതിനെ കോമ്പൻസേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഫീ കൊടുക്കുകയാണ്. അപ്പോൾ അങ്ങനെയൊക്കെ വരുന്ന സമയത്ത് അവിടെ എന്തുണ്ടായിരിക്കണം, ഒരു ക്വിഡ് പ്രോക്കോ എലമെൻ്റ് ഉണ്ടായിരിക്കണം. അതായത് അങ്ങോട്ട് പേയ്മെൻറ്റ് കൊടുക്കുന്നു, തിരിച്ച് ഇങ്ങോട്ടൊരു സർവീസ് കിട്ടുന്നു. അപ്പോൾ അങ്ങനൊരു കാര്യം അവിടെ ആ ഒരു എലമെൻറ്റ് കമ്പൽസറി ആയിട്ട് അവിടെ ഉണ്ടായിരിക്കണം. അതാണ് എസെൻഷ്യൽ ആയിട്ടുള്ളൊരു എലമെൻ്റ് ആണെന്നാണ്
ഈ ഒരു കേസിൽ പറഞ്ഞത്. അതിനുശേഷം അടുത്തൊരു കേസാണ് പി കണ്ണദാസ വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് തമിഴ്നാടു എന്ന് പറയുന്ന കേസ്. ഇതിൽ കോടതി എന്താ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ക്വിഡ് പ്രോക്കോ എന്ന് പറയുന്ന ആ ഒരു എലമെൻറ്റ് എല്ലാ കേസുകളിലും എസ്റ്റാബ്ലിഷ്ഡ് ആകണം എന്നില്ല. അതായത് റെഗുലേറ്ററി ഫീയുടെ കാര്യത്തിൽ ഈ എലമെൻറ്റ് ഓഫ് ക്വിഡ് പ്രോക്കോ എന്ന് പറയുന്നത് ടോട്ടലി എന്താണ്, ഇറെലവൻ്റ് ആണെന്നാണ് പറയുന്നത്. അപ്പോൾ ഇതിന് മുന്നത്തെ കേസിൽ നമ്മൾ അതൊരു കോമ്പൻസേറ്ററി ഫീ ആണെന്നുണ്ടെങ്കിൽ ക്വിഡ് പ്രോക്കോ എസെൻഷ്യൽ ആണെന്നും, ഈ പി കണ്ണദാസ വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് തമിഴ്നാട്ടിൽ പറയുന്നത് അതൊരു റെഗുലേറ്ററി ഫീ ആണെന്നുണ്ടെങ്കിൽ ക്വിഡ് പ്രോക്കോ എന്ന് പറയുന്നത് ഇറെലവൻ്റ് ആയിട്ടുള്ളൊരു എലമെൻ്റാണ്. അടുത്തൊരു കേസ് നോക്കിക്കഴിഞ്ഞാൽ സ്റ്റേറ്റ് ഓഫ് UP വേഴ്സസ് സീതാപൂർ പാക്കിംഗ് വുഡ് സപ്ലയേഴ്സ് എന്ന് പറയുന്നൊരു കേസാണ്. ഇതിൽ കോടതി പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇൻ ദ കേസ് ഓഫ് ലെവി ഓഫ് ഫീ ദ എലമെൻറ്റ് ഓഫ് ക്വിഡ് പ്രോക്കോ ഈസ് നെസസറി വെൻ എ ഫീ ഈസ് കോമ്പൻസേറ്ററി. അതായത് കൃഷ്ണലാൽ ലക്ഷ്മി ചന്ദ് വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് ഹരിയാനയിൽ പറഞ്ഞ അതേ കാര്യം തന്നെയാണ് പറഞ്ഞത്. കോമ്പൻസേറ്ററി ഫീ ആണെന്നുണ്ടെങ്കിൽ ക്വിഡ് പ്രോക്കോ എന്ന് പറയുന്ന ആ ഒരു എലമെൻറ്റ് നെസസറി ആണ്, അല്ലെങ്കിൽ എസെൻഷ്യൽ ആണ്. അപ്പോൾ അവിടെ പറയുന്നുണ്ട് എല്ലാ ഫീക്കും ഒരു ക്വിഡ് പ്രോക്കോ എന്ന് പറയുന്നത് ആവശ്യമല്ല. പിന്നെ റെഗുലേറ്ററി ആണെന്നുണ്ടെങ്കിൽ ഇത് നെസസറി അല്ല. ആ ഒരു കാര്യം കൂടെ ഈ ഒരു കേസിൽ പറയുന്നുണ്ട്. അതായത് ഇതിന് മുന്നേ പറഞ്ഞ രണ്ട് കേസിൻ്റെയും കൂടെ ഒരുമിച്ച് വരുന്ന കാര്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ പറഞ്ഞ സ്റ്റേറ്റ് ഓഫ് UP വേഴ്സസ് സീതാപൂർ പാക്കിംഗ് വുഡ് ആൻഡ് സപ്ലയേഴ്സിൻ്റെ അകത്ത് പറയുന്നത്. സോ ഇതാണ് അതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന 4 കേസുകൾ. ഇതിനകത്തിപ്പം ടാക്സും ഫീയും തമ്മിലുള്ള ഡിസ്റ്റിങ്ഷനാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ആ ഒരു ടാക്സിനെ പറ്റിയുള്ള അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് എഴുതുക, അത് കഴിഞ്ഞിട്ട് ഫീയെ പറ്റി എഴുതുക. അപ്പോൾ ഫീയുടെ കാര്യം പറയുമ്പോഴാണ് 2 തരത്തിൽ കോമ്പൻസേറ്ററി ഫീ വരുന്നതും റെഗുലേറ്ററി ഫീ വരുന്നതും. അതുമായിട്ട് ബന്ധപ്പെട്ട ആ 4 കേസ് ലോസ് ഓർത്ത് വെക്കുക. ST സ്വാമിയാർ വേഴ്സസ് കമ്മീഷണർ HR ആൻഡ് CE, പിന്നെ കൃഷ്ണലാൽ ലക്ഷ്മി ചന്ദ് വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് ഹരിയാന, അതുപോലെ പി കണ്ണദാസ വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് തമിഴ്നാടു, പിന്നെ സ്റ്റേറ്റ് ഓഫ് UP വേഴ്സസ് സീതാപൂർ പാക്കിംഗ് വുഡ് സപ്ലയേഴ്സ് എന്നുള്ളത്. സോ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആയെന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനോട് ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക, ആൻഡ് ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതിൻ്റെ നോട്ട്സ് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കാം, അതും കൂടെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക.